ഹായ് ഫ്രണ്ട്സ്, ഷെഫാബി ഇപ്പം ഉള്ളതാണല്ലോ ഞാവൽ മരത്തിൻ്റെ മുകളിലാട്ടോ. എവിടെയാണെന്നല്ലേ? ഹത്തയിൽ. ഇവിടെ ഞാവൽപ്പഴം പഴുത്തിടക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ നിന്ന് കുറച്ച് ഞാവൽപ്പഴം പറിക്കണം. അപ്പുറത്ത് മറ്റേ ലേക്കുണ്ട്, അവിടെ പോയി ഒന്ന് കുളിക്കണം. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. നമ്മുടെ നാട്ടിൽ ഞാവൽപ്പഴം ഉണ്ടായി പഴുത്തിറങ്ങണം കണ്ടിട്ടില്ലേ? അതുപോലെ ഈ UAE ഹത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാവൽപ്പഴം ഉണ്ടായി പഴുത്തിറപ്പുണ്ട്. സീസൺ കഴിയാറായി എന്നാണ് പറഞ്ഞു കേട്ടത്. എങ്കിലും അതൊന്ന് പോയി കാണണം. പിന്നെ അതിൻ്റെ അടുത്തൊരു ഡാമുണ്ട്, അത് നിറഞ്ഞ് വെള്ളം ഒഴുകി ഒരു അരുവി പോലെ പോകുന്നുണ്ട്. അവിടെ ഒന്ന് കുളിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. അജ്മാനിൽ നിന്ന് ഈ ഒരു ലൊക്കേഷനിലേക്ക് 126 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. നമ്മൾ പോകുന്ന റോഡിന്റെ സൈഡ് ശ്രദ്ധിച്ചോ? ഇത് ശരിക്കും മലകളൊക്കെ വെട്ടിയിറക്കി ഉണ്ടാക്കിയ റോഡാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തട്ടുതട്ടായിട്ട് തിരിച്ച് വെള്ളമൊക്കെ ഒഴുകി പോകാൻ വേണ്ടി പൈപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സിമെന്റ് ഒക്കെ ചെയ്ത് അത്രയ്ക്ക് സുരക്ഷിതമായിട്ടാണ് ഈ റോഡൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നാട്ടിലെ മലകളൊക്കെ വെട്ടി ഉണ്ടാക്കിയ റോഡുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാലോ. അർജുൻ ഉണ്ടായ അപകടം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അന്ന് മീഡിയയിൽ പറഞ്ഞു കേട്ടത് ആ ഹൈവേയിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ്. വിദേശത്ത് പോയി അവിടുത്തെ റോഡുകളെ കുറിച്ചൊക്കെ പഠിച്ച് അപകടം ഒഴിവാക്കാനെന്ന പേരിൽ ക്യാമറ ഒക്കെ പിടിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോടെ കണ്ടു പഠിച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇത് കണ്ടോ, കയറ്റവും ഇറക്കവും വളവും തിരിവുള്ള ഈ റോഡിൽ വലിയ ഹെവി ട്രക്കുകളും പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ വണ്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ഇതിലേക്ക് ഓടിച്ചു കയറ്റി അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു കയറ്റത്തോട് കൂടി നിറച്ച് ചരലൊക്കെ ഇട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ 2 കിലോമീറ്ററിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപകടത്തിൽ പെട്ടാലും 5-10 പേരിൽ മരിക്കോളൂ എന്ന് ചിന്തിക്കാം. പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ്. ഇതൊന്നും ഞാൻ ആരെയും കുറ്റം പറയാനോ നാട്ടിലെ സിസ്റ്റം ശരിയല്ല എന്ന് പറയാനോ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഇപ്പൊ പിന്നെ എന്ത് പറഞ്ഞാലും കേൾക്കുന്നവർ എങ്ങനെ എടുക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത് നമ്മളായിരിക്കും ഓണയർ. അതുകൊണ്ട് എല്ലാം വിട്ടരെ നമ്മൾ നേരെ ഹത്തയ്ക്ക്. ഞാവൽപ്പഴം പഴുത്തത് കാണണ്ടേ. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തി കേട്ടോ. തോട്ടം പോലെ ഇല്ലെങ്കിലും 8-10 ഞാവൽമരം ഉണ്ട്. നിറച്ച് ഞാവൽപ്പഴം പഴുത്ത് കിടക്കും കേട്ടോ. പബ്ലിക് ഏരിയയിലായതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോസ് ഒക്കെ കണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന്. പിന്നെ എവിടെ പോയാലും കുറച്ച് പേരുണ്ടല്ലോ കൊമ്പൊടിച്ച് ആകെ വിഷയമായിട്ട്. പകൽ സമയത്ത് പോലീസ് ഈ ഒരു ഏരിയ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ആരെയും കയറ്റിവിടുന്നില്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ 6:30 കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ അവിടെ ആരെയും കണ്ടില്ല. നമ്മളെല്ലാവരും ഇതുപോലെ കേട്ടും ഇതുപോലെ വീഡിയോ ഒക്കെ കണ്ടു മറിഞ്ഞു പോകുന്ന സ്ഥലങ്ങളെല്ലാം മാക്സിമം ആസ്വദിച്ച് അവിടെ ഒത്തിരി കച്ചറയൊക്കെ ഒന്നും ഉണ്ടാക്കാതെ നീറ്റായിട്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ട് വരുന്നവർക്കും ഇതെല്ലാം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. നല്ല പുളിയാ. മാള് കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയവർക്കാനെന്നും പറഞ്ഞ് മരത്തിലേക്ക് ചാടി കയറി. ഓർമ്മകൾ മാത്രമാണല്ലോ കുട്ടിക്കാലത്തോട്ട് പോകുള്ളൂ, ശരീരം പോകില്ലല്ലോ. അതുകൊണ്ട് കയറിയതിനേക്കാൾ സ്പീഡിൽ താഴത്തോട്ട് ഇറങ്ങി. അബിയേട്ടാ, നാട്ടിലെ പറമ്പില് മരത്തിലൊന്നും കയറിയത് പോരാഞ്ഞിട്ടാണ് ഇവിടെ. മരം കയറി സ്വഭാവം എല്ലായിടത്തും ഒരുപോലെ. പേരെ കയറി, പ്ലാവെ കയറി, ഇവിടെ വന്നിട്ട് നമ്മള് ഞാവൽ മരത്തെ കയറി. ഞാവൽ മരത്തിന് എന്താ പറയണേ? ഞാവൽ മരം തന്നെയല്ലേ പറയണേ? അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു. അങ്ങനെ കൊമ്പൊന്നും ഓടിക്കാതെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഞാവൽപ്പഴമൊക്കെ പറിച്ച് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാട്ടോ. ഈ ഞാവൽപ്പഴം വെച്ചിട്ടുണ്ടാക്കിയ ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് നീന്താൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒത്തിരി വെള്ളം ഉള്ളപ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നതും ക്യാമ്പ് ചെയ്യുന്നതും കുളിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. നമ്മൾ പോയപ്പോഴും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്ക് പറ്റിയ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി പോയി. ഞങ്ങളവിടെ എത്തിയത് ഒരു 7:30 ആയി, ഏകദേശം സന്ധ്യയായി തുടങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഒത്തിരി എടുക്കാൻ പറ്റാത്തത്. തലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല പൊളി വൈബാണ്. ഇവിടെ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ അതിരാവിലെ വരണം. അതിരാവിലെ വരുമ്പോഴത്തേക്കും നല്ല തണുപ്പൊക്കെ ആയിരിക്കും വെള്ളത്തിന്. അല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മണി 5 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഒരു കസരയൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളിയായിരിക്കും. പിന്നെ ഈ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നല്ല വഴുക്കലുള്ള ഏരിയയാണ്. ചില ഏരിയയിലൊക്കെ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് തെന്നിപ്പോവും. പിന്നെ കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവരും ശ്രദ്ധിക്കണം. ഈ വലിയവരും ശ്രദ്ധിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ വീഡിയോയുടെ അവസാനം ഞാൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇത് ഡാമിൽ നിന്ന് നിറഞ്ഞൊഴുകി വരുന്ന വെള്ളം ആയതുകൊണ്ട് ഒത്തിരി ഒഴുക്കൊന്നും നമ്മളവിടെ കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ കൂടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഏരിയയാണ്. അങ്ങനെ പിള്ളേരെല്ലാവരും എന്തായാലും നന്നായിട്ട് ഇറങ്ങി കുളിച്ച്
അവരെന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. വലിയവരെല്ലാവരും അതിനകത്ത് തെന്നിയും വീണു. അങ്ങനെ അവിടെ നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് പിള്ളേരെല്ലാം കുളിപ്പിച്ച് കയറ്റി നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നവർ അവിടെ എന്തായാലും ഒന്ന് പോയി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യണം. ഇരുട്ടി കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. പോവാണെങ്കിൽ പകൽ തന്നെ പോയി എൻജോയ് ചെയ്യണം. കൊച്ചുഞ്ഞു ഒട്ടും പുറകിലേക്കല്ലായിരുന്നു കേട്ടോ. മാളുവിന്റെ കാലിലേക്ക് ഇരുന്ന് അവനും കുറെ നേരം വെള്ളത്തിൽ കളിച്ചു. അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരാം. താങ്ക് യു. അബേട്ടാ ഇതെന്താ ഡ്രസ്സൊക്കെ എന്തിയേ? അയ്യേ ഷെഫ് എവിടെ സെക്സി ഹാഫ് എന്ത് പറ്റിയതാ? അല്ല ഡാമിൽ വീണ് നോക്കി സംഭവിച്ചു. പിന്നെ എന്ത് പറ്റി? പിന്നെ ഓക്കെ.